ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ചിലരെങ്കിലും അറിയാത്തവരുണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് കറിവേപ്പില പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു റെസിപ്പി ആർക്കും അറിയാത്തതൊന്നും വിചാരിക്കേണ്ട, അറിയാത്തവരുണ്ടാവും. അതുപോലെ തക്കാളി പല വിധത്തിൽ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നവരുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതങ്ങനെയല്ല കേട്ടോ, ഇത് ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിതിലൊരു തുള്ളി വെള്ളമോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. മുളക് പൊടി ഓവറായിട്ട് ചേർക്കരുത്, എപ്പോഴും കുറച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ മുളക് പൊടി ചേർത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കാത്തതിന് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തക്കാളി വരട്ടുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്, അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പാകത്തിന് വെള്ളമായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്